ഞങ്ങളിപ്പോൾ വളരെ മാന്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇനിയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ, ചർച്ച ചെയ്തില്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സിനിമാ സെറ്റുകളിലേക്കും മാക്ട ഫെഡറേഷൻ പണ്ട് നടന്നതിനേക്കാളും ഇരട്ടി ശക്തിയോടെ ഞങ്ങൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ ആളുകൾ മാർച്ച് ചെയ്യും. അതിനൊന്നും യാതൊരു സംശയവുമില്ല. അതായത് ഞങ്ങളുടെ ഗ്രീവൻസ് പറഞ്ഞു. ഞങ്ങൾ ചലച്ചിത്ര KSRTCയുടെ ചെയർമാൻ ഷാജിയൻ കരുണോട് സംസാരിച്ചത്. അദ്ദേഹമാണ് നയരൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹത്തോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഈ ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകളെ ഉൾപ്പെടുത്തരുതെന്ന് ഞങ്ങൾ കത്ത് കൊടുത്തിരുന്നു. അത് കൊടുത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചതിന് 60,000 രൂപ പിഴ വിധിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ. എന്നിട്ട് അവരതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. സുപ്രീം കോടതി പോലും അത് ശരിവെക്കാനുണ്ടായത്. അങ്ങനെ ആരോപണ വിധേയനായ ഒരാളെ ഇതിനകത്ത് ഇരുത്തിക്കൊണ്ട് സിനിമാ നയരൂപീകരണം എങ്ങനെ സാധ്യമാകും? ഒന്നത്. രണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ആരെയും വിളിച്ചിട്ടില്ല, പ്രൊഡ്യൂസേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും മാത്രമേ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പ്രൊഡ്യൂസറിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് ഇതിനകത്ത് മെമ്പർ ആയതിപ്പോൾ? ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധമുണ്ട്. അപ്പോൾ ഒറ്റ കാര്യം ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ വളരെ മാന്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇനിയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ, ചർച്ച ചെയ്തില്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സിനിമാ സെറ്റുകളിലേക്കും മാക്ട ഫെഡറേഷൻ പണ്ട് നടന്നതിനേക്കാളും ഇരട്ടി ശക്തിയോടെ ഞങ്ങൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ ആളുകൾ മാർച്ച് ചെയ്യും. അതിനൊന്നും യാതൊരു സംശയവുമില്ല. മര്യാദക്കെങ്കിൽ മര്യാദക്കെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞത്. സർക്കാരിനോട് ഞങ്ങൾ പറഞ്ഞു. സർക്കാരിന് മന്ത്രിക്ക് കത്ത് കൊടുത്തു. ഷാജിയൻ കരുൺ സാധനങ്ങളെ കത്ത് അയച്ചു. അതേപോലെ അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന് കത്ത് കൊടുത്തു. ഇതൊക്കെ ശരിയാണ്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലും ഇവരുടെയൊക്കെ സംസാരം എന്ന് പറയുന്നത് വരട്ടെ എന്നുള്ളത്. അപ്പം വീണ്ടും ഈ ആരോപണ വിധേയരെയും ഈ 15 അംഗ പവർ കമ്മിറ്റിയിൽ ആരാണ് പറഞ്ഞത്? ഈ പവർ കമ്മിറ്റി ഉൾപ്പെട്ടിട്ടാണ് ഞങ്ങളെ ഇപ്പോൾ വിളിക്കാതിരിക്കുന്നതിനകത്ത്. അപ്പോൾ സിനിമയിൽ ഹേമ കമ്മിറ്റി പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. 15 അംഗ പവർ കമ്മിറ്റി ഉണ്ട് ഇവിടെ. 15 അല്ലെങ്കിലേ ഉള്ളൂ, നമ്പർ കൂടുമെങ്കിലേ ഉള്ളൂ. അത് അതിനകത്ത് ഈ 15 അംഗ പവർ കമ്മിറ്റിയുടെ ആൾക്കാരിൽ ഒന്നായിരിക്കണമല്ലോ ബി ഉണ്ണികൃഷ്ണൻ. ഉറപ്പായിട്ടും ദിലീപിന്റെ പേര് നേരത്തെ വന്നാണല്ലോ. പിന്നെ ബാക്കിയുള്ളത് പിന്നാലെ വരും. മിനിസ്റ്റർ പോലും ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഈ പേരുകൾ പുറത്ത് കൊണ്ടുവരുമെന്നാണ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്. ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ഇപ്പൊ അടുത്ത മീറ്റിംഗിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലുള്ള ഏത് സിനിമാ സെറ്റിലേക്കും മാക്ട ഫെഡറേഷൻ ആൾക്കാർ മാർച്ച് ചെയ്തിരിക്കും. യാതൊരു സംശയമില്ല. ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും ഇതിനകത്ത്. ഞങ്ങളെ കൂടാതെ ഒരു കോൺക്ലേവ് നടത്താമെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നയരൂപീകരണം ഉണ്ടാക്കാമെന്നോ വിചാരിച്ചാൽ അതിനെ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ആണ് എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണനെ എങ്ങനെ നയരൂപീകരണ സമിതിയിൽ എടുക്കാൻ പറ്റും? സുപ്രീം കോടതി പോലും ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ട ആളാണ്. തൊഴിൽ നിഷേധത്തിനാണ് ബി ഉണ്ണികൃഷ്ണന് അവിടെ പിഴശിക്ഷ വിധിച്ചത്. 60,000 രൂപ പിഴശിക്ഷ വിധിച്ചാണ്. 60,000 രൂപയുടെ അല്ല, പിഴശിക്ഷ വിധിച്ചോ? തൊഴിൽ നിഷേധത്തിനാണോ ചെയ്തത്? തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമിതിയുടെ മെമ്പറായിരിക്കാൻ കഴിയുക? സർക്കാരിന് എന്താ ഇത്രയ്ക്കും അറിയില്ലേ? ഇപ്പൊ സർക്കാർ എല്ലാവരുടെയും കണ്ണി പൊടിയിടുന്ന പോലെ ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ ഇതിന് കൂട്ടുനിൽക്കില്ല. ഇതേമാതിരിയുള്ള പ്രവൃത്തിയാണെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് തന്നെ മുമ്പോട്ട്. ഈ അടുത്ത കാലത്ത് ഗോകുലം പാർക്കിൽ ഒരു സിനിമയുടെ പൂജ നടന്നു. നമ്മുടെ വേണ്ടപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. 3 ലക്ഷം രൂപ ഇവിടെ വന്ന് ഫെഫ്കയിൽ അടക്കാണ് വർക്ക് ചെയ്യാം. ഞങ്ങൾ 3 ലക്ഷം 4 ലക്ഷം വാങ്ങിയിട്ടില്ല മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇവിടെ ശരിക്ക് എത്ര ക്രിമിനലായാലും സാമ്പത്തികം ഉണ്ടോ 2-3 ലക്ഷം രൂപയുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് യൂണിയൻ. ഈ ശിശുൽ എന്ന ഒരു പ്രൊഡക്ഷൻ മാനേജറാണ് അദ്ദേഹം. ഇപ്പം പ്രൊഡ്യൂസർ സുഷന്റെയോ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്തോ നിൽക്കുന്നത് എക്സിക്യൂട്ടീവ് യൂണിയന്റെ അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത് 2 ലക്ഷം 3 ലക്ഷം അടക്കുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാം. മാക്ടയുടെ കാർഡ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് തൊഴിൽ നിഷേധിച്ച് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഇന്ന് സിനിമയല്ലാതെ പല മേഖലയിൽ ജോലി ഇരിക്കുകയാണ്. പക്ഷേ അവരെല്ലാം കൂട്ടുകഴിപ്പിച്ച് അവർ ജോലി വാങ്ങിക്കൊടുക്കേണ്ട കടമ മാക്ട ഫെഡറേഷനുണ്ട്. തൊഴിൽ നിഷേധത്തിന് ഒരിക്കലും വിടത്തില്ല. ഏതറ്റം വരെ പോകാൻ ഈ മാക്ട ഫെഡറേഷൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. ഞാനാണ് പങ്കെടുത്തതിൽ. അതിന് അന്ന് മാക്ട ഫെഡറേഷൻ വിളിച്ചിരുന്നു. വനിതാ കമ്മീഷൻ തടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് വനിതാ കമ്മീഷൻ എല്ലാവരുടെയും മൊഴി എടുത്തപ്പോൾ ഞാൻ പോയി മൊഴി കൊടുത്ത ആളാണ്. ഹേമ കമ്മിറ്റിയിൽ പോയ ആളാണ്. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിലെ എല്ലാ ചർച്ചകൾക്കും പോയ ആളാണ്. വനിതാ കമ്മീഷൻ അതാണ് പറഞ്ഞത്. അതുപോലെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ പോലും സർക്കാരിന് മുമ്പിലേക്ക് വന്ന ചില നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു ഈ ഫിലിമിന്റെ രജിസ്ട്രേഷൻ. ഇവിടെ എല്ലാ സിനിമാക്കാരും കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്ന ചേംബറിലാണ്. ചേംബറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചേംബറിന് ഒരു ഫീസ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 2 ലക്ഷം രൂപ ഫീസ്, അത് കഴിഞ്ഞിട്ട് നേരെ ഫെഫ്കയിലേക്ക് 2 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ഫീസുകൾ വേറെ. അങ്ങനെ ഇവരെല്ലാം കൂടി ഒരു കുറുമുന്നണി പോലെ ഈ വരുന്ന ആളുകളുടെ ഇന്ന് ലക്ഷങ്ങൾ പിടിച്ചു മേടിക്കാവുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിനി കേരളത്തിൽ നടക്കില്ല. അത് വേണ്ട. സർക്കാരിന് എന്തുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ചുകൂടാ? സർക്കാരിന്റെ പേരിൽ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ ആക്കിക്കൂടാ? ഇവിടെ റിലീസാവുന്ന സിനിമകളുടെ ഈ സെസ് പിരിക്കുന്നതല്ലാതെ അല്ലെങ്കിൽ ടാക്സ് പിരിക്കുന്നതല്ലാതെ ഏതെങ്കിലും സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിന്റെ കൈവശമുണ്ടോ? ഒരു വിവരവും ഇല്ല.
വെറുതെ എന്തൊക്കെയോ പറയുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മാത്രം സിനിമാക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ് പറയുന്നത്. പക്ഷേ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവരൊന്ന് ആലോചിക്കണം. യോഗത്തിൽ പോയപ്പോൾ അടുത്ത ഇന്ന് 2 യൂണിയനുകളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ബാക്കി ആളുകളെ വിളിക്കും. ഇന്ന് പ്രൊഡ്യൂസേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും മാത്രം വിളിച്ചുള്ളതാണ്. ഞങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാത്രം വിളിച്ചാൽ ഞങ്ങൾക്ക് കഥയൊന്നുമില്ല. ഇതിനകത്ത് ബി ഉണ്ണികൃഷ്ണൻ വന്നിരിക്കുമ്പോൾ ഫെഫ്കയുടെ കൂടെ മെമ്പറാണ് അയാൾ, അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ആരോപണ വിധേയനായ ബി ഉണ്ണികൃഷ്ണൻ ഇരുത്തിക്കൊണ്ട് ഇങ്ങനത്തെ യോഗം നടത്തുന്നത് എന്തിനാണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. അത് ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. തീർച്ചയായും അത് ഇന്നല്ല നാളെയല്ല എന്നാണെങ്കിലും ഞങ്ങളത് പറയും.